ഹലോ, ഇന്ന് സൺഡേ ബ്രേക്ക്ഫാസ്റ്റ് ബ്ലോഗാണ് എൻ്റെത്. അപ്പോൾ ഇന്ന് ഞാനൊരു പൂരിയും ബാജിയും ആക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ പൂരിക്ക് വേണ്ടുന്ന മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ബാജിക്ക് വേണ്ടുന്ന ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടിയിട്ട് ഞാൻ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം അത് വേവുമ്പോഴേക്ക് ഒരു പാനിൽ ഞാനൊരു കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കാൻ വെച്ചു. അതിൻ്റെ കൂടെ ഉള്ളി, ഇഞ്ചി, വെള്ളുള്ളി, പച്ചമുളക്, തക്കാളി ഇതെല്ലാം നല്ലോണം ഒന്ന് സോട്ടാക്കാൻ വെച്ചു. നല്ലോണം സോട്ടായി വരുമ്പോൾ അതിലേക്ക് ക്യാരറ്റും ഉരുളക്കിഴങ്ങും ചേർത്തിട്ട് നല്ലോണം സ്മാഷ് ചെയ്ത് കുക്കാവാൻ വെച്ചു. നല്ലോണം വെന്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ ബാജിക്ക് ഭയങ്കര ടേസ്റ്റും നല്ലൊരു ടെക്സ്ചറും കിട്ടും. ക്രീമി ടെക്സ്ചറാണ് കിട്ടുക. അതിനെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയെല്ലാം കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ ബാജി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇന്ന് കൃഷ്ണ ജന്മാഷ്ടമി ആയതുകൊണ്ട് വീട്ടിൽ പൂജയെല്ലാം ചെയ്യേണ്ട തിരക്കില്ലാന്ന് രാവിലെ തന്നെ. അങ്ങനെ കുളിച്ച് പൂജ ചെയ്യേണ്ട തിരക്കില്ലാന്നേ. അപ്പം ഞാൻ തുളസിമാല കൃഷ്ണന് വെക്കുന്നത് നല്ല ഐശ്വര്യമെന്ന് പറയും. പക്ഷെ തുളസിമാലയ്ക്ക് വേണ്ടുന്ന തുളസിയൊന്നും എൻ്റെ വീട്ടിലില്ല. ഉള്ള തുളസി കൊണ്ട് ഞാൻ നല്ലോണം കൃഷ്ണന് പൂജ ചെയ്തു. പിന്നെ നല്ല മുല്ലപ്പൂവെല്ലാം വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കൃഷ്ണനെ. അങ്ങനെ എൻ്റെ പൂജയെല്ലാം കഴിഞ്ഞു. ഇനി ഞാൻ പൂരി ആക്കേണ്ട തിരക്കിലാണ്. എല്ലാവരും പൂജയെല്ലാം ചെയ്യുമ്പോഴേക്ക് എല്ലാവരും വിശന്ന് കാത്തിക്കുക ചെയ്യുന്നത്. അപ്പം എൻ്റെ പൂരി നല്ല പൊന്തി വന്നിട്ടുണ്ട്. പൂരിക്ക് വേണ്ടുന്ന മാവ് ചപ്പാത്തി മാവ് പോലെയല്ല, പൂരിക്ക് കുറച്ചും കൂടി ഹാർഡായിട്ട് വേണം കുഴച്ചെടുക്കാൻ. എന്നാൽ മാത്രമേ നല്ലോണം പൊന്തി വരുള്ളൂ പൂരി. അപ്പോൾ അങ്ങനെ നമ്മൾ പൂരിയും ബാജിയും ബ്രേക്ക്ഫാസ്റ്റിന് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഹാപ്പി കൃഷ്ണ ജന്മാഷ്ടമി. ബൈ.